ഹായ് ഗൈസ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്ററുകൾ കാണുന്നുണ്ട്, കുറേ പോസ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പം മറ്റുള്ള മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും നിനക്കും ഒരു ദിവസം മനസ്സിലാകുന്നൊരു ഡേ വരും. വെയിറ്റിംഗ്. അപ്പം ഞാനും എന്താ പറയുക, പബ്ലിക് നീ അറിയിക്കൂല, അറിയാം. പക്ഷേ എങ്ങനെ ആയാലും അറിഞ്ഞെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ മനസ്സിലാക്കിയ വേദന മനസ്സിലാക്കും. ആ ഒരു ദിവസം വരും ഉറപ്പായിട്ടും. കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പെൻഡിങ് ആണ്, എഡിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ടൈറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മൈൻ സ്ട്രീം എന്തോ ഒരു ഈ ഒരു ഇങ്ങനെ ഒരു ചാനലിൽ വന്നേക്കണ ഒരു ഇതാ, ഈ പോസ്റ്റർ വേണമെങ്കിൽ ഇത് കൊടുക്കണമെങ്കിൽ ഇത് ശരിക്കും നോക്കിക്കോங்க. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നക്കറിയില്ല. പക്ഷേ ഈ തിങ്ങൾ എന്തൊക്കെയോ അടിച്ചെഴുതുകയാണ്, എന്തൊക്കെയോ എഴുതി വിടുകയാണ്. ഒരാൾ റീച്ചിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂക്ക് എടുക്കുന്ന ചാനലാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, എല്ലാവരോടായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇൻ്റർവ്യൂ ഒരിക്കലും മറ്റുള്ളവരെ ഇങ്ങനെ പോയി ചാടി കൊടുക്കുമ്പം അവരെ നേട്ടത്തിന് മാത്രം വിളിക്കും. ഇപ്പം എല്ലാവരും വിചാരിക്കും എന്നെ ഇൻ്റർവ്യൂവിൽ വിളിച്ച് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതേപോലെയാണ് ഇപ്പം എൻ്റെ വൈഫിനും പറ്റിയേക്കണത്. ഇങ്ങനെ ചാടിപ്പോയി. അല്ലാതെ എനിക്ക് ഒരുപാട് വിളിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്കും പോകാൻ അറിയാനിട്ടോ കിട്ടാനിട്ടോ ഒന്നല്ല, ഞാൻ പോവാത്തതാണ്. കാരണം എനിക്കറിയാം എന്താണ്, ഇവർ നമ്മൾ പറഞ്ഞതായിരിക്കൂല ഇടുന്നത്. പിന്നെ അവരവരെ നേട്ടത്തിന് മാത്രം നെഗറ്റീവ് വരുത്താൻ മാത്രമേ എല്ലാവരും നോക്കുള്ളൂ. അപ്പം ഇവർ ചെയ്യുന്ന വൺ ചെത്ത, ഓൾറെഡി നമ്മൾ മുന്നേ ഈ ചാനലിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനും എൻ്റെ വൈഫും നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവരെ ട്രസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്ത്, ശരിയാണ്. പക്ഷെ ഇവർ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ക്യാപ്ഷൻ കൊടുത്ത് നിൽക്കുന്നത്? മുതലക്കണ്ണീർ. ഒരാളെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ചെയ്യണ ചെറ്റ വർത്താനല്ലേ അത്. തന്തക്ക് പറക്കാത്ത രീതിയിലാണല്ലോ ആ ടൈപ്പ് ചെയ്ത് വിട്ടേക്കണത്. ഈ ആരും അറിയില്ല. ഞാൻ ഇതിൻ്റെ വേറൊരാളോട് ഞാൻ ചോദിച്ച്, എന്താ പറയുക, ഞാൻ ചോദിച്ചിങ്ങനെ ഇത് അപ്പോൾ ഓഫീസിൽ നിന്നായിരിക്കും, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഏത് മോനാണെങ്കിലും തന്തക്ക് പറക്കാത്ത രീതിയിൽ ടൈപ്പിംഗ് ഇടല്ല മോനെ, മനസ്സിലായ? നീ ഇട്ടോ, പക്ഷെ ഒരു ദിവസം നിന്റെ ലൈഫിലും നിന്റെ കണ്ണീര് കാണുമ്പോൾ നീ അത് പറഞ്ഞ് നടന്നോ. കണ്ണാടി നോക്കിയിട്ട് മുതലക്കണ്ണീരാണ് മയിരെ. അത്രക്കും ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എങ്ങനെ മയിരെടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. ആരെന്തിട്ടാലും എനിക്കൊരു ഏടി കൊള്ളാമെന്നില്ല. പക്ഷെ ഞാൻ ഇന്നേ പോലെ ഒരു രീതിയിലും കള്ളത്തരോ കാര്യം ഒന്നും കാണിക്കണ്ടോ പറയണ്ടോ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം കാണുമ്പോൾ അത് റിയാക്ട് ചെയ്യും. അത് ഞാൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിനക്കും ആ ലൈഫിൽ ഒരു ദിവസം വരും. ഓക്കെ, എന്തായാലും ഷുവറായിട്ടും ഉറപ്പായിട്ടും നിനക്കും ആ അനുഭവം വരും. വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരിക തന്നെ ചെയ്യും. നിന്റെ ഓളും ചാടി പോകുന്നുണ്ടാവും. നീ അറിയാനിട്ടായിരിക്കും. നീ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ടൈപ്പ് ചെയ്തിടുമ്പം ഓളാളെ വേറെ പോകുന്നുണ്ടാവും. അത് നീ അറിയാനിട്ടാണ്. അത് വേറെ കാര്യം, മനസ്സിലായോ? നീ ഇങ്ങനെ മറ്റുള്ളവരെ കാര്യം നോക്കി നടന്നോ. നിന്റെ ഓളാടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോനെ. ആക്കി എന്തെങ്കിലും ആയി. അപ്പം എന്തായാലും ഇതെനിക്ക് ഒന്നാമത് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തൊരു ചാനലായതുകൊണ്ട്, വേറെ അറിയാത്തൊരു ചാനലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പോട്ടുമായിരുന്നു വെക്കട്ടെ. ഇത് ഇത്രക്കും ഇവർ റീച്ചിന് വേണ്ടി എല്ലാവരും അവരവരെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തോ എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ പോസ്റ്റർ അടിച്ച് വിടുക ചെയ്യണത്. മനസ്സിലാവില്ല എനിക്ക്. എന്താണ് ഈ ലോകം ഇങ്ങനെ മാറി, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം തൊട്ട് നക്കാതെ ആയിപ്പോയത് എന്താണെന്നുള്ള പിടുത്തം കിട്ടുന്നില്ല. കാരണം എൻ്റെ കേസ് ഇനിയും പെൻഡിങ് ആണ്. ഒരു രീതിയിലും കോടതിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞു കേസൊക്കെ കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാനൊരു പ്രസ് മീറ്റ് വെക്കും, അന്ന് ഞാൻ വെളിപ്പെടുത്തും. ഓക്കെ, കാരണം എന്നെ കള്ളക്കേസ് കൊടുക്കുന്നത്, എന്നെ പറ്റി ഇല്ലാത്ത വ്യാജ വാർത്തകൾ ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചെന്നുള്ള രീതിയിൽ ഞാൻ ഈ കേസൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് തന്നെ കേസ് കൊടുക്കാം എന്ന രീതിയിൽ. കാരണം കുറച്ചൊന്ന് ഇതാവാനുണ്ട്. അതിൻ്റെ ഇടയിൽ
എന്താ പറയുക, നോർമലുള്ള ഓപ്പണായിട്ട് പറയാം, ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് മാത്രമാണ് ഈ പറയുന്ന ന്യൂസ് ചാനൽ അവരെ പേരിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും പേരിൽ ഇല്ലാത്ത വ്യാജ വാർത്തകൾ ഉണ്ടാക്കി എല്ലാത്തിൻ്റെയും പേരിൽ നല്ല കർശനമായിട്ട് മുകളിൽ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഡയറക്റ്റ് കോടതിയിൽ തന്നെ കേസ് കൊടുക്കാൻ തന്നെയാണ് പുറപ്പാട്. അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. കാരണം എൻ്റെ കുടുംബത്തിനും എൻ്റെ എല്ലാവർക്കും ഒരു ഭയങ്കര രീതിയിൽ ജീവിക്കാം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ ഇവർ കൊന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യം ഇവരെങ്ങനെ പറയുക, ഞാൻ അറിയാത്ത കാര്യം. കാരണം അവ പേഴ്സണലി ആയിട്ട് അവർക്ക് വേറെന്തോ ഒരു പ്രശ്നത്താൽ ചെയ്യണ കാര്യത്തിൽ എൻ്റെ തലക്കിട്ട് പിടിച്ച് അത് എല്ലാം ഇങ്ങനെ ആണല്ലോ അവസാനം. എല്ലാ ചില സമയം അവിടെ ഇല്ലാത്ത ഭർത്താവിനെ അവർ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ അനുഭവിച്ച ആൾ എൻ്റെ അടുത്ത് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു ദിവസം എല്ലാം ഇതാവും, മനസ്സിലായ? അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര മോശടാ. നിങ്ങൾ ഭയങ്കര ഈ റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ജീവിത തമാശയായിട്ട് കാണുന്ന കുറേ മൈരന്മാരുണ്ടല്ലോ. നിങ്ങൾ ചെയ്യണത് നിങ്ങളെ കുടുംബത്തിലും ഇത് വരും ഉറപ്പാ വരും, വന്നേക്കും എന്തായാലും. നോക്കാം. നീ ഇപ്പം കളിയാക്കി ചിരിക്കും, മറ്റേതാക്കും. മറ്റേൽ നീ ഇങ്ങനെ വീഡിയോ ചെയ്യും, ശരിയായിരിക്കാം. ഞാൻ എന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കളിപ്പാട്ടം പോലെ കളിപ്പിക്കാൻ കിട്ടിയ മാതിരിയാണല്ലോ കുറേ ചെയ്യണത്. എല്ലാത്തിൻ്റെയും ഹിസ്റ്ററി നമുക്കൊന്ന് എടുത്ത് നോക്കിയിട്ട് സംസാരിച്ച് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും എല്ലാം കണക്ക് തന്നെയാണ് എന്നുള്ളത്. നമ്മളെ സ്വന്തം ലൈഫിൽ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഭാര്യ ചോദിക്കൂലേ? ഭാര്യ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഭർത്താവ് ചോദിക്കൂലേ? ആ ചോദിക്കാത്ത പോങ്ങന്മാരാണ് ഈ ബാക്കിയിൽ പറ്റിയിട്ട് പറയണത്. എന്ത് ഓക്കെ.